ഇന്ന് നമ്മൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് 1 കപ്പ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. തലേന്ന് രാത്രിയെ കുതിർത്ത് വെച്ചതാണ്. അതിലേക്ക് 1/4 കപ്പിലും താഴെ ചോറ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം, ആവശ്യത്തിന് ഉപ്പ്. ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും ചെറിയ ഉള്ളി ഒരു 3-4 എണ്ണം കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങയിലേക്ക് ഞാൻ ചെറിയ ഉള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുകയാണ്. ഇനി നമ്മൾക്ക് ദോശയുടെ മാവിനെക്കാട്ടിലും കുറച്ച് ലൂസായിട്ടിരിക്കണം, എന്നാലേ നമ്മൾക്ക് വിചാരിച്ചതുപോലെ ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആവിയിലാണ് വേവിക്കുന്നത്. ആദ്യം തന്നെ തട്ടടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പരന്ന വലിയ പ്ലേറ്റിൽ ആവശ്യത്തിന് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. നെയ്യ് നന്നായിട്ടിരിക്കുന്നതാവും നല്ലത്. കാരണം അല്ലെങ്കിൽ പ്ലേറ്റിൽ ഇങ്ങനെ നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് ഒഴിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്നില്ലേ? നെയ്യ് തവിടെണ്ണയാണ് കേട്ടോ. അതുകൊണ്ട് അധികമായാലും കുഴപ്പമൊന്നും ആവില്ല, കൊളസ്ട്രോളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇത് നമ്മൾക്ക് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇത് അടുപ്പത്ത് വെച്ച സമയത്ത് തന്നെ നമുക്ക് മറ്റുള്ള ജോലികൾ എല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. 15 മിനിറ്റ് ഫ്രീ ആണല്ലോ. ഇത് ഏകദേശം വേവായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നെയ്യും അതിനകത്തേക്ക് ചെറുതായിട്ട് ആവിയും ഉണ്ടാവും. അതുകൊണ്ടാണ് പ്ലേറ്റ് ഇങ്ങനെ കമഴ്ത്തി വെക്കുന്നത്, മറ്റൊരു പാത്രത്തിലേക്ക് കാണിച്ച് അങ്ങനെ വെക്കുന്നത്. ഇത് കുറച്ച് നേരം കൊണ്ട് തന്നെ വെള്ളമെല്ലാം ഇത് ഒന്ന് തണിഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മൾക്ക് ഇത് മുറിച്ച് ഇതെടുക്കാൻ പറ്റും. ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. ചൂടോടെ തന്നെ ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് തേങ്ങാപ്പാലിൻ്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ പീനട്ട് ബട്ടർ ഉണ്ടെങ്കിൽ ആ രീതിയിൽ കഴിക്കാം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. അല്ലാണ്ട് എരിവ് വേണമെന്നുള്ളവർക്ക്, എൻ്റെ മോനിപ്പോൾ എരിവുള്ളതാണ് വേണ്ടതെന്ന് പറഞ്ഞതുകൊണ്ട് അവന് വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിയിൽ സാധാരണ മുളകും മഞ്ഞളും ഒക്കെ ചേർത്ത് പൊരിച്ചെടുത്തതാണ്. അപ്പം നമുക്ക്